ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ല എല്ലാവർക്കും. ഈ ബാക്കിൽ കാണുന്നത് എന്താണെന്നറിയോ? ഇവിടുത്തെ മലനിരകളാണ്. കണ്ടോ? അതിൻ്റെ മുകളിലൊക്കെ നിറച്ച് വീടുകളാണ്. ഞങ്ങൾ നടക്കാൻ പോകുന്ന ഒരു പാർക്കാണിത്. ഈ പാർക്കിൽ ഒരുപാട് മരങ്ങളൊക്കെ ഇവിടെ ഇലകളൊക്കെ പോയി നിൽക്കുന്നതുണ്ടോ? ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ആളുകൾ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. കണ്ടോ നിങ്ങൾ? ഈ സൈഡിൽ മൊത്തം അത്തരത്തിലുള്ള മരങ്ങളാണ്. ഒരുപാട് മരങ്ങൾ, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ മരങ്ങളിവിടെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇന്ന് കുറച്ച് ക്ലൗഡിയാണ്. അതുമാത്രമല്ല 14 ഡിഗ്രിയാണ്. 14 ഡിഗ്രി ആണെങ്കിലും പുറത്ത് ചൂട് ഇല്ല, നല്ല തണുപ്പാണ് പുറത്ത്. 14 ഡിഗ്രി എന്ന് പറയുമ്പോൾ കുറച്ച് ചൂടുണ്ടാവേണ്ടതാണ്, നല്ല തണുപ്പുണ്ട്. അപ്പം ഞങ്ങൾ വാക്കിങ്ങിന് വന്നതാണ്, മോർണിംഗ് വാക്കിന് വന്നതാണ്. നടപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇനി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളോട് എനിക്കൊരു വാക്ക് കേട്ടോ. അതായത് നിങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില തൊഴിലുകൾ പഠിച്ചുകൊണ്ട് പോരുക. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്തിട്ട് പോരുക, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ആയാലും മതി. നാട്ടിലിപ്പോൾ ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞ കോഴ്സുകളില്ലേ, അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് തയ്ക്കാനറിയാം, അതുപോലെ മേക്കപ്പ് അറിയാം. മേക്കപ്പിന് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ത്രീകളാണുള്ളത് കേട്ടോ. ഒരു 10-30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൊത്തം മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അതുപോലെ നമ്മൾ മാളിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കാണാം. അപ്പോൾ അവർ വളരെ കൂടുതലൂടെ ഏൺ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അതായത് ഒരു പ്രാവശ്യം ചെയ്യുന്നതിന് $10 വാങ്ങിച്ചാൽ ഒരു 10 മിനിറ്റ് പോലും എടുക്കില്ല അതിന്. അതുപോലെ ഹെയർ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അത്യാവശ്യ ഘടകമാണ്. ആണുങ്ങളൊക്കെ തലയൊക്കെ മുട്ടയടിച്ച് കിടക്കും, കാരണം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ മുടി വെട്ടുക എന്ന് പറയുന്നത്. ആ മുടി വെട്ടാനായിട്ട് സ്ത്രീകളുടേതാണെങ്കിൽ $30 വരെയാണ്, വല്ല 15-20 മിനിറ്റ് ആയിരിക്കും അവരോട് എടുക്കുന്നത്. അതുപോലെ ആണുങ്ങളുടെ ആണെങ്കിൽ ഒരു 10 മിനിറ്റേ ഉള്ളൂ. അവർ ആ ട്രിമ്മർ വെച്ച് ഒന്ന് ഓടിച്ചു വിടുന്ന അതിന് $22 ഏറ്റവും മിനിമം അവരോട് വാങ്ങുന്നത്. അപ്പോൾ അതുപോലെ ഹെയർ ഡ്രസ്സിങ് ഒക്കെ പഠിച്ചോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ അതിവിടെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബൈ ഹാൻഡ് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കലകൾ, അതുപോലെ തന്നെ തയ്ക്കാനായിട്ട് ഇവിടെ ആളുകൾ ഒരുപാടുണ്ട്. ഭയങ്കര ചാർജാണ് തയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മാളിലൊക്കെ ചെന്നാൽ ഡ്രസ്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ആ വാങ്ങിക്കാൻ കിട്ടുന്ന ഡ്രസ്സ് സെയിൽ വരുമ്പോൾ എല്ലാവരും വാങ്ങിക്കും. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ഒരേ ഡ്രസ്സായിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് നമുക്കൊരു ഡ്രസ്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് തയ്യൽ അറിഞ്ഞിരിക്കണം. നമുക്ക് മറ്റുള്ളവർക്ക് തയ്ച്ചു കൊടുത്താൽ നമുക്ക് പൈസയും കിട്ടും. അപ്പോൾ അതുപോലെ തയ്യലൊക്കെ പഠിച്ചിട്ട് പോരുക കേട്ടോ. പിന്നെ മറ്റൊന്നാണ് കുക്കിംഗ് പഠിച്ചിട്ട് പോരുക. കുക്കിങ്ങിൽ ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി കുക്ക് ചെയ്യാൻ പറ്റും. നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ളവർക്ക് ഭയങ്കര സന്തോഷമാണ്. എത്ര രൂപ വേണമെങ്കിലും അവരതിന് ചിലവാക്കാനായിട്ട് തയ്യാറാവും. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം, നമുക്ക് ഫേസ്ബുക്ക് വഴി ഇതൊക്കെ സെല്ല് ചെയ്യാം. പക്ഷേ ഫേസ്ബുക്ക് വഴി സെല്ല് ചെയ്യുമ്പോൾ ഒരു റിസ്ക് ഉണ്ട്. അതായത് ഇവിടുത്തെ കുറേ മലയാളികളുണ്ട് ഫേസ്ബുക്ക് വഴി സെല്ല് ചെയ്യുന്ന ആളുകളുടെ ഇന്ന് ഒരു പ്രാവശ്യം സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് അവർക്ക് ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതൊക്കെ ചെക്ക് ചെയ്തിട്ട് അവർ കംപ്ലൈൻറ്റ് കൊടുക്കും. അതായത് പൂട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. നമുക്ക് പാരകൾ നമ്മൾ തന്നെയാണ്. അപ്പോൾ അതുപോലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതേക്കുറിച്ചുകൂടെ കഥകളൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ പോയിരുന്ന ഒരു ഇൻഡസ്ട്രിയെ പൂട്ടിച്ച കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കുക്കിംഗ് പഠിച്ചു പോരുക കേട്ടോ. കുക്കിങ്ങൊക്കെ അറിയാൻ പാടുണ്ടെങ്കിൽ ഒരു ലൈസൻസ് കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൂടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പെട്ടെന്നൊരു ജോലി കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ഡ്രൈവിംഗ് പഠിച്ചു പോരുക കേട്ടോ. ഇവിടെ പെട്ടെന്ന് ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് മെട്രോയിലെ ഡ്രൈവറായിട്ടുള്ള ജോലി. നാട്ടിൽ നിന്ന് സ്റ്റഡി വിസയിൽ വന്ന കുറേ പേരുടെ പാർട്ട്നേഴ്സ് ബസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മുഴുവൻ മലയാളികളാണ് ഡ്രൈവേഴ്സ്. ഇവർക്ക് വളരെ ഈസി ആയിട്ട്, നാട്ടിലെ പോലെ വളരെ സ്പീഡിൽ വണ്ടി ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് വളരെ സാവധാനത്തിൽ വണ്ടി ഓടിക്കുക, അവിടെ എത്തിക്കുക, ഇങ്ങനെയുള്ള ജോലിയാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം, ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഇങ്ങനെ പലതരത്തിലുള്ള അവസരങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ അതുപോലെ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസൊക്കെ എടുത്ത് പോരുക. പറ്റുമെങ്കിൽ ഹെവി ലൈസൻസ് എടുത്തിട്ട് പോരുക.
അതുപോലെ ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് പോരുക. ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ഇവിടെ വന്നാൽ എളുപ്പം പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ വൈറ്റ് കോളർ ജോബ്സ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇതുകൂടി പഠിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ അതുവരെ നമുക്ക് ഒരു തൊഴിൽ, ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ഇതുപോലുള്ള മുടി വെട്ടുന്ന ജോലിയാണെന്നോ അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും മാറ്റി നിർത്തില്ല. എല്ലാവർക്കും ഈക്വൽ സ്റ്റാറ്റസ് ആണ് കേട്ടോ. ഒരു ഡോക്ടറുടെ സ്റ്റാറ്റസ് തന്നെയാണ് ഇവർക്കുള്ളത്. പുറത്തിറങ്ങുമ്പോൾ ആളുകൾ ആരെയും കളിയാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ പുച്ഛത്തോടു കൂടി നോക്കുകയോ ഇതൊന്നുമില്ല കേട്ടോ. എത്ര വയസ്സ് വരെ ഇവിടെയുള്ള ആളുകൾക്ക് ജോലി ചെയ്യാം. അവർക്ക് പറ്റുന്ന കാലത്തോളം ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എല്ലാ തരത്തിലുള്ള അവസരങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഈ ചെറിയ ചെറിയ ജോലികൾ പഠിച്ചു പോരുക. അതുപോലെ തന്നെ ഈ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസിഡൻറ്റ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികളോട് ഒരു വാക്ക്, അവരാദ്യം തന്നെ ഒരു ITI അല്ലെങ്കിൽ പോളിടെക് ഡിപ്ലോമ എടുക്കുക. ട്രേഡ്സിന് ഇവിടെ ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് കഴിവുണ്ടെങ്കിലോ ഇവിടെ ജോലി എളുപ്പം കിട്ടും. ഉദാഹരണമായിട്ട് പ്ലംബേഴ്സ്, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇതുപോലുള്ള ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. ഒരുപാട് പ്ലംബേഴ്സിന് ഇവിടെ ആവശ്യമുണ്ട്. ഇവർക്കൊക്കെ സാലറി എന്ന് വെച്ചാലോ ഈ ഡോക്ടറേക്കാളും ഒക്കെ കൂടുതലാണ്. ഞങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞാണ് കേട്ടോ. പ്ലംബർ വന്നപ്പോൾ പ്ലംബറുടെ അവർലി റേറ്റ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ. അതുപോലെ ഡോക്ടറുടെ കാറ് വളരെ കുറഞ്ഞ വിലയിലുള്ള കാറ് ഇയാൾ BMW കാറിനൊക്കെയാണ് നടക്കുന്നത് കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാറിനൊക്കെയാണ് പ്ലംബർ നടക്കുന്നത്. അപ്പോൾ അവർക്ക് അത്രയും വരുമാനമുണ്ട്. അപ്പോൾ അതുപോലെ ഈ ജോലികളൊക്കെ ചെയ്തു എന്ന് വെച്ച് ഇവിടെ ആരും മാറ്റി നിർത്തുന്നില്ല. അപ്പോൾ അതുപോലുള്ള ജോലികൾ കൂടി പഠിച്ചു വന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കും. 1-2 വർഷം കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്ത് നിലനിൽക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നീട് നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നുവോ ആ ജോലിയിലേക്ക് മാറാനും സാധിക്കും. ഇതോടൊപ്പം തന്നെ മറ്റു ജോലികൾക്കും അപ്ലൈ ചെയ്ത് തുടങ്ങുക. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചെറിയ ജോലി നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടോ. ഇവിടെ നല്ല തണുപ്പാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ആ മലയുടെ മുകളിലൊക്കെ നിറച്ച് വീടുകളാണ് കേട്ടോ. ഓരോ വീട്ടിലേക്കും റോഡുകളുണ്ട്. പിന്നെ ഇതൊരു പാർക്കാണ്. ഈ പാർക്കിൽ ഇവിടെയൊക്കെ കുറേ മരങ്ങൾ ഇലയൊക്കെ പൊഴിച്ച് നിൽക്കുന്നുണ്ട്. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ജോലിക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് റെഫറൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള അവസരമുണ്ട്. അപ്പോൾ സ്പോൺസേർഡ് വിസ നോക്കിയിരിക്കുന്നവർ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. കമ്പനിക്ക് നേരിട്ട് കോൺടാക്റ്റ് ഇമെയിൽ അയച്ച് നോക്കുക. ആ ഇമെയിൽ അയക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക്ഡിനിലൊക്കെ പോയിട്ട് ലിങ്ക്ഡിനിൽ ഇതുപോലുള്ള കോൺടാക്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുക. കുറച്ച് നമ്മൾ കോൺടാക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ചോദിക്കാം, എന്നെ ഒന്ന് റെഫർ ചെയ്യുമോ നിങ്ങളുടെ കമ്പനിയിൽ ജോലിക്ക്. അപ്പോൾ റെഫറൻസ് ഉണ്ടെങ്കിൽ എളുപ്പം ജോലി കിട്ടും. അവർ മറ്റാരെയും പിന്നെ എടുക്കില്ല, റെഫറൻസ് ഉള്ളവരെ മാത്രമേ എടുക്കുള്ളൂ. കാരണം അവർ നല്ല സ്വഭാവമുള്ളവരെയും അതുപോലെ തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരാൾ റെഫർ ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള കഴിവുള്ള ആളായിരിക്കും. അപ്പോൾ ആ റെഫറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാനുള്ള അവസരം ഉണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ എല്ലാവരും ആത്മവിശ്വാസത്തോടു കൂടി ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗ് കൂടി കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ ഇതുപോലെ ജാക്കറ്റും ഇതുപോലുള്ള ഷോളൊക്കെ കഴുത്തിലൊക്കെ ഷോളൊക്കെ കെട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ടേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. കാരണം ഭയങ്കര തണുപ്പാണ്. തണുപ്പിനെ അതിജീവിക്കുക എന്ന് വെച്ചാൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു. ചൂടിനേക്കാളും നല്ലത് തണുപ്പ് തന്നെയാണ്, ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ. അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. നിങ്ങൾ ഉദ്ദേശിച്ച ജോലിയൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യണം. സ്പോൺസേർഡ് ജോബ്സിന് തന്നെ അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും നമുക്ക് അടുത്ത ദിവസം കാണുന്നവരെ. സീ യു, ബൈ.